ഹായ് ഹായ് കുട്ടു, ഇന്ന് നമ്മൾ ഉടുപ്പി രസമാണ് ഉണ്ടാക്കുന്നത്. ഉടുപ്പി രസം നമുക്ക് ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ആദ്യം ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി വെള്ളമൊക്കെ ഒന്ന് വച്ചട്ടെ കേട്ടോ. വെള്ളം വച്ചിങ്ങനെ ചൂടിങ്ങനെ പോട്ടെ. ആദ്യം നമുക്ക് 2 പച്ചമുളക് വേണം. കുറച്ച് തക്കാളി, നമ്മളിവിടെ ഒരു 3 തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത്. 3 തക്കാളി. ഇതിലേക്ക് വേണ്ട പുളിവെള്ളം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പില അങ്ങനെ ഊരി ഇടാം. ഇത് നന്നായിട്ട്, ഉടുപ്പി രസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തക്കാളിയൊന്നും അങ്ങനെ കിട്ടുക പോലും ഇല്ല. പിന്നെ അതുപോലെ വെളുത്തുള്ളി ഇഞ്ചിയും ഒന്നും ഇടില്ല. അപ്പം നമ്മളിതിൽ കുറച്ച് കായം വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതാണ് ഇതിലെ സ്പെഷ്യൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. സാധാരണ കായപ്പൊടിയല്ല, കായം നമ്മൾ വറുത്തിട്ട് പൊടിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടാനുള്ള കാരണം. നിങ്ങൾ എങ്ങനെ രസം ഉണ്ടാക്കുക? നിങ്ങൾ ഇതേപോലെ ഉടുപ്പി രസം വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ, അതോ നിങ്ങളിത് പുറത്തുനിന്നാണോ കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് പറയണേ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ഇടാണ്ട്. അതാ ശർക്കര ഒരു കുഞ്ഞച്ചാണ് കേട്ടോ. ശർക്കര ചേർണ്ടിട്ടുണ്ടാമോ? അതെ, ഇങ്ങനെ ചിരണ്ടി ഇടാം. ഉണ്ടോ? കാണാലോ കേട്ടോ? കാണണ്ടല്ലോ. ശർക്കര അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. കാരണം ഈ സൗത്ത് ഇന്ത്യ ഭാഗത്തൊക്കെ ഉള്ള നമ്മൾ ഈ ഒരു കർണാടക, മംഗലാപുരം, അതുപോലെ തമിഴ്നാട് സ്റ്റൈലിലൊക്കെ ഉള്ള രസത്തിന് കൂടുതൽ മധുരവും ഉണ്ടാവുക അല്ലെ കുട്ടോ? അപ്പൊ അതാണ് നമ്മൾ ശർക്കര ഇടുന്നത് കേട്ടോ. ഇത്ര മതി കേട്ടോ ശർക്കര. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വേവട്ടെ കേട്ടോ കുട്ടു. ഇതിൽ കിടന്നൊന്ന് വേവണം. തക്കാളി നല്ല ചുങ്ങണല്ലേ? അതെ, തക്കാളിയിലേക്ക് ഈ മധുരവും ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കണം. അമ്മ ഒരു തക്കാളി എടുത്ത് നോക്കിയോക്കോ ഒന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് നോക്കാലോ നമുക്ക്. അല്ല, ആവണേണോ? ആണോ? എന്നായിക്കോട്ടെ, ആയി കഴിഞ്ഞ ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക. നമ്മളെ തിളച്ച വെള്ളം തന്നെ വേണം കേട്ടോ ഒഴിക്കാൻ. ഇപ്പം നമ്മളിതിൽ പരിപ്പ് ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് പരിപ്പൊന്നും ഇടാതെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഇതാണ് നമ്മളുടെ രസത്തിൻ്റെ പൊടി. നമ്മളെ ഉടുപ്പി രസത്തിൻ്റെ പൊടിയാണിത്. ഇത് എന്തൊക്കെ വെച്ചിട്ട് അറിയോ കുട്ടു? ആദ്യം ഒരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണോളം മല്ലി, പിന്നെ ജീരകം 1 ടീസ്പൂണോളം ജീരകം, പിന്നെ അതുപോലെ നമ്മുടെ കാശ്മീരി മുളക് ഇല്ലേ, നമ്മൾ ചുവന്ന മുളക് കളർ കിട്ടണത്, ആ മുളക്, പിന്നെ ജീരകം ഇട്ടില്ലേ, പിന്നെ ഒരു കഷ്ണം കായം കൂടെ ഇതിന്റെ കൂട്ടത്തിലിടാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഉടുപ്പി രസത്തിന്റെ രസപ്പൊടി ഇവിടെ റെഡിയാവും. വീട്ടിലുണ്ടാക്കാം നമുക്ക്. ഉടുപ്പി പോയി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക്
ഉടുപ്പി രസത്തിന്റെ പൊടി നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെയാവും വരികയെന്നേ ഉള്ളൂ. നല്ല ഇങ്ങനെ ഗ്രൈൻഡ് ആയിട്ട്, നല്ല ഫൈൻ പൗഡർ ആവരുത്, കുറച്ചിങ്ങനെ തരി ആയിട്ടുള്ളതാവണം കേട്ടോ. ഇത് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് എന്താ വേണ്ടത്, രസത്തിന്റെ പൊടി ഇടാം കേട്ടോ. ഇടട്ടെ, ഒരു മിനിറ്റ്, ഞാൻ നല്ലത് മാറ്റി വെച്ചിട്ടിടാം. നിങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് രസത്തിന്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ പൊടി. കൂടണ്ടല്ലേ? അതെ അതെ. കുട്ടു, ഇനി നമുക്ക് ഇതിലേക്ക് നല്ലോണം വേവിച്ച് വെച്ച നമ്മളുടെ പരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കുക. നല്ല ചൊകചൊകയില്ലേ രസം? അതെ 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 അതെ, നല്ല ടേസ്റ്റ് ആട്ടോ ഉടുപ്പി രസം. ഇടയ്ക്ക് കയ്യിലൊന്നും മാറിയില്ല പരിപ്പ് വന്നതിന് ശേഷം. ഇനി നന്നായിട്ട് ഇങ്ങനെ തിളക്കുന്ന സമയത്ത് നമുക്കിതില് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിച്ചെപ്പ്. അതെ, കുട്ടു മല്ലിച്ചെപ്പ് എന്നാലേ പറയാ. അതെ, മല്ലിച്ചെപ്പ്, ചെപ്പ് മല്ലി, എങ്ങനെയും പറയാം അല്ലേ? ചെപ്പ് മല്ലിയില തിരിച്ചു പറഞ്ഞൂടെ വെറുതെ? ഇനി നന്നായിട്ട് ഇളക്കുക. നല്ല പതപതാവുന്നുണ്ടാവും. അതെ, അങ്ങനെ നമ്മളുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മറക്കോ അപ്പൊ ഇനി ഇത് നമുക്ക് വറുത്തിടാം കേട്ടോ. നല്ല ചൂട് രസവും നല്ല പച്ചരി ചോറും. ഇനി നമുക്ക് ഈ ഒരു പച്ചരി ചോറിലേക്ക് കുറച്ച് രസം ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂട് രസവും പച്ചരി ചോറും കൂട്ടി. നല്ല ചൂടുണ്ട് കേട്ടോ. അമ്മേ, ഉച്ചക്കായിട്ട് എന്താ പരിപാടി? നമുക്ക് കായ ഇല്ലത്തൊന്ന് തന്നാണ് കേട്ടത്. അമ്മായി പറഞ്ഞു പഴുപ്പിക്കും ചെയ്യാം, ഉപ്പേരി വെക്കും ചെയ്യാ പറഞ്ഞു. അപ്പൊ ഇങ്ങോട്ടുള്ളൊക്കെ ചെറിയ കായ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ഉപ്പേരി വെക്കാച്ചിട്ട് മിഴുക്ക് വരട്ടി ഉണ്ടാക്കാച്ചിട്ട്. ഇതെന്താ, എന്ത് പേരമ്മ ഈ കായ്ക്ക് പറയാ? വടക്കം കദളി. വടക്കം കദളി ആ കായാണ്. അപ്പൊ അത് ഇങ്ങനെ കാറ്റിനെ കൊടിഞ്ഞു വീണതാ. ഒരു കട്ടി. അപ്പൊ എന്നാ അതുകൊണ്ടൊരു ഉപ്പേരി. അമ്മുവിന്റെ ഭാഗ ഉടുപ്പി രസം ഉണ്ട്, ഈ കായം കൊണ്ടൊരു ഉപ്പേരി. ചെറുതായിട്ടുള്ള ഭക്ഷണ പരിപാടിയാണ്. അതെ, പപ്പടം, കൊണ്ടാട്ടമുളക് ഉണ്ടല്ലോ. അതെ, അപ്പൊ ഇന്നത്തെ ഉച്ചയൂണ് വിഭവങ്ങളിൽ അതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇനി ഇതാ അതില് കുറച്ച് വെള്ളം ഒഴിക്കണം. ഞമ്മളങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടേ ഇവരിങ്ങനെ ഓരോന്ന്, ഇതാ മുത്തശ്ശി അച്ഛനും ഇങ്ങനെ ഓരോന്ന്, അച്ഛൻ അവിടെ ഇരിക്കണോ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇവിടെ തന്നെ ഇരുന്നു. അപ്പൊ അമ്മൂന്റെ രസപരിപാടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്ന് നുറുക്കാൻ വിചാരിച്ചു. അപ്പോഴേക്കും ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ട് സാധാ പോലെ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക അവസാനം. ആയിക്കോട്ടെ. അപ്പൊ ഇനി ഉപ്പേരി വെക്കോ. കായ ഉപ്പേരി. നമ്മളെ രസമൊക്കെ റെഡി ആയി. ഇനി അടുത്ത ഉപ്പേരി. അതെ, മെഴുക്ക് പറ്റിയാണോ? അതെ, മെഴുക്ക് വരട്ടി. ഇപ്പൊ ചെറുതാക്കി നുറുക്കി മഞ്ഞപ്പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി നമുക്ക് ഇതിട്ടിട്ട് വേവിച്ചെടുക്കാം. കുട്ടൂന് ഇഷ്ടല്ലേ കായപ്പേരി? ഇഷ്ടമേ.
കായും കുറുക്കിയും. അത് ഈ കായല്ല കേട്ടോ. ഇത് മുത്തശ്ശി പറഞ്ഞെന്താ വടക്കൻ കഥളി. വടക്കൻ കഥളി ഇതവിടെ ഇല്ലത്തെ, അതായത് അമ്മായിയുടെ അവിടെ തറവാട്ടില് നല്ല ഉണ്ട് കേട്ടോ ഈ കായ. അത് കാറ്റും ഇതൊക്കെ വരുമ്പോ കൊല ഒടിഞ്ഞതുണ്ട്. അപ്പൊ അമ്മായി ഇന്നലെ തന്നതായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ ഞങ്ങൾക്ക് അതുകൊണ്ടൊരു ഉപ്പേരി വെക്കാം. പണ്ടൊക്കെ ഇതൊക്കെ തന്നെ, ഇതും ചമ്മന്തിയും. നമ്മള് പുറത്തുനിന്ന് കായ വാങ്ങലൊന്നും അങ്ങനെ ഇല്ല. പണ്ടത്തെ കാലത്തൊക്കെ വീടുകളിൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. അത്യാവശ്യം വേവുണ്ട് ഇതിന്. മഞ്ഞപ്പൊടി ഇട്ടിട്ട് അടച്ചേക്കാം. മുത്തശ്ശിയുള്ള കാലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അതായത് മുത്തശ്ശിയുടെ അച്ഛനുള്ളപ്പോ ഇതും മാങ്ങയും കൊണ്ട് ചമ്മന്തിയും. അത് മാത്രം മതി ഊണ് കഴിക്കാൻ. നല്ല ടേസ്റ്റാ. കൂട്ടാനൊന്നും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി ആവട്ടെ. അപ്പൊ നമ്മൾ ഉപ്പേരിയൊക്കെ ആയിട്ടോ. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ റെഡിയായി. നമുക്ക് ഇതൊക്കെ ആയിട്ട് എല്ലാവർക്കും ഊണ് കഴിക്കാം. അപ്പഴൊക്കെ നേരത്തെ തന്നെ കാച്ചി വെച്ചു. ഉപ്പേരിയില് കുറച്ച് വെള്ളം അധികമായോ സംശയം. മുത്തശ്ശിക്ക് ഇങ്ങനത്തെ ഉപ്പേരി അധികം ഇഷ്ടം. നല്ല വേവണം. അപ്പൊ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഇത് അമ്മക്കുള്ള ലഞ്ചാണ്. അമ്മക്ക് കൊണ്ടുപോയി കൊടുക്കാം. അമ്മേ, ഇന്നിതാ എന്റെ വക സ്പെഷ്യൽ ലഞ്ച്. ആയിക്കോട്ടെ, കഴിക്കട്ടെ കേട്ടോ. രസമാണ് നമ്മൾ ഉണ്ടാക്കിയതല്ലേ? ഉടുപ്പി രസം, പിന്നെ പപ്പടം. അതെ, കൊണ്ടാട്ടമുളക് എടുക്കാൻ മറന്നൂലേ? അതെ, ഏതിലുള്ളത്? വറുത്തിട്ടുണ്ടമ്മ? ഇനി കാച്ചിട്ട് വേണം. ഒന്നുണ്ടായിരുന്നത് തണുത്തു തോന്നുന്നു. മാളുവിന്റെ കയ്യിൽ എന്താ? മാളു ഉപ്പേരി കൊണ്ടുവരുന്നുണ്ട്. രസമുണ്ട്. പയറുപ്പേരി ഉണ്ട്. അപ്പൊ ഇത് കഴിക്കട്ടെ. കുറച്ച് തന്നോളൂ. അപ്പൊ ഇന്നത്തെ നമ്മളെ ഉച്ചയോട് വിഭവമൊക്കെ എല്ലാരും കണ്ടില്ലേ? അപ്പൊ എല്ലാവർക്കും വീട്ടിൽ എന്തൊക്കെയാണെന്ന് ഉണ്ടാക്കിയതെന്നൊക്കെ കമന്റിൽ പറയൂ കേട്ടോ. അപ്പൊ നാളെ നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് വരാട്ടോ. ബൈ.